എടാ ഒരു രക്ഷയില്ലടാ ഡെസ്ട്രോ, കിടിലം കളിയാടാ മോനെ, പറയാതിരിക്കാൻ വയ്യടാ, പറയാതിരിക്കാൻ വയ്യ, കിടിലം കളി. രണ്ടുപേരെ അടിച്ച ഞാൻ വിചാരിച്ചു അവനെ കൊല്ലും. അത് ക്രൂഷ്യൽ പിക്ക്. അത് ഫസ്റ്റ് അതുപോലെ എല്ലാരും കൊറേ കിടിലം കളി കളിച്ചാണ്. ഞാൻ പറഞ്ഞ ഇറ്റാച്ചിയുടെ ഫ്ലാങ് നീലനെ കോള് ആയാലും എല്ലാരും കൊറേ അടിപൊളി കളി കളിച്ചാട്ടാ. കൊറേ പേര് നല്ല പക്ക കോർഡിനേഷനില് അടിപൊളിയായിട്ട് നല്ല പ്ലാനില് കളിച്ച്. നോർമൽ ചുമ്മാ നമ്മുടെ സ്ഥിരം കളിയില്ലേ, അതല്ലായിരുന്നു ശരിക്കും. അതൊന്നും അല്ല, ഞാൻ പറയാം. ഞാൻ വേറൊരു പേരോട് പറഞ്ഞു തരാം അളിയാ. എല്ലാരും കിടിലായിട്ട് കളിച്ചു, അത് പറയാതിരിക്കാൻ വയ്യ. പക്ഷെ എനിക്ക് എന്റെ ഒരു സന്തോഷം പറയുവാണേ, ഇത് വാറ് തുടങ്ങുന്നതിന് തൊട്ട് മുമ്പ് എന്താ പറയാ, നീലന് എനിക്ക് മെസ്സേജ് അയച്ചായിരുന്നു, ഇത് നമുക്ക് എടുക്കാം, ചില്ലാവ്, നമ്മൾ എടുത്തിരിക്കും, ഇത് അടിപൊളിയായിട്ട് സെറ്റാക്കി നമുക്ക് എല്ലാവരെയും പറക്കിട്ടടിക്കാം, കോൺഫിഡൻസോടെ കളിക്കാം എന്ന് പറഞ്ഞിട്ട്. എന്നിട്ട് അളിയ ഞങ്ങൾ ഈ VC-യിൽ ഇരുന്ന് ഞങ്ങൾ ഇത്രയും പേരൂടെ ആ കളി കണ്ടപ്പോ അവന്റെ കോള് കേട്ടപ്പോ ഉള്ള ഒരു രോമാഞ്ചമില്ല. എനിക്ക് പേഴ്സണലി അത് ഫീൽ, കാരണം എന്റെ ഇൻബോക്സിൽ വന്നവൻ പറഞ്ഞു ഇത് എടുത്ത് തന്നിട്ടേ പോരുന്നത്. അടിച്ചിട്ട് അവൻ കുണയ്ക്കുന്നതിന് മുമ്പ് നേരെ വന്നിട്ട് എനിക്ക് മെസ്സേജ് അയച്ചത് ഇത്രയാണ്, ഇതുപോലെ ചേട്ടാന്ന്. എനിക്ക് ഇത് മെസ്സേജ് ഇട്ടാൻ പോയ അളിയ. എന്റെ അമ്മ, ഞാൻ അവന്റെ POV കണ്ടോണ്ട് ഞാൻ പറയുവാ അളിയ, അവന്റെ കോൾ അവൻ മനുഷ്യന്മാരിങ്ങനെ ചിന്തിക്കുവാണ്, എനിക്ക് അറിഞ്ഞുകൂടാ. സീരിയസ് ആയിട്ട് പറയാം, അവൻ എന്തോരം ഓപ്പർച്യൂണിറ്റി ഈ PvP കളിക്കണ ഇവിടുത്തെ എല്ലാമാർക്കും എന്ത് കിടില ഓപ്പണിംഗ് ആ ഉണ്ടാക്കി കൊടുത്തതെന്ന് അറിയാമോ? അണ്ണാ വണ്ടി പിറ്റ് ചെയ്തിട്ടേ അടിയടാന്ന് പറഞ്ഞൊരു സീനില്ല ഓർമ്മ? സത്യടാ, സത്യം. അവൻ വണ്ടി എടുത്ത് ഓരോ വട്ടം പോയപ്പോഴും ഓരോന്നത്. ഞാൻ പറയണത് അവൻ മാത്രം ഇതിനകത്ത് ഒന്നും ചെയ്യുന്നല്ല, ഇതിനകത്ത് നിങ്ങൾ ഓരോ കളിച്ച 15 പേരും ഭയങ്കര കിടിലായിട്ട് കളിച്ചു. ഞാൻ പറയാം, റേഡിയോ അലപ്പാകുമ്പോ കിണ്ടി അത് നല്ല രീതിയിൽ മാനേജ് ചെയ്ത് അവനത് പറഞ്ഞ് ഓരോന്നും പറഞ്ഞു. റേഡിയോ എല്ലാം ഓരോരുത്തരെ എടുത്ത് പറയാനുണ്ട്, സത്യം പറയാതിരിക്കാൻ വയ്യ. അടിപൊളി കളി കളിച്ച് ഒന്നും പറയല്ല, കിടില. നമ്മുടെ മെയിൻ കുറെ പ്ലേയേഴ്സ് ഒന്നും വരാതിരുന്നാലും നമുക്ക് കുറച്ച് വിഷമം ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ വേറൊരു കാര്യം പറയാം, അല്ല ഓഡിയൻസിന്റെ അടുത്ത് നിങ്ങളുടെ അടുത്ത് ഒരു കാര്യം പറയാം. നമ്മൾ പ്രീ വാർ തോറ്റത് എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് കുറെ പേർക്ക് അറിയാത്തോണ്ടാണ്. നിങ്ങൾ POV കണ്ടിട്ട് പറയരുത്. നമ്മുടെ അതിനകത്തൊരു 3-4 പ്ലേയേഴ്സ് കണ്ടെയ്നർ പൊട്ടിത്തെറിച്ച് ചത്ത്. നമ്മുടെ അതിനകത്ത് കണ്ടെയ്നർ പൊട്ടിത്തെറിച്ച് നമ്മുടെ അതിനകത്ത് കുറച്ച് പേര് ചത്ത്. പിന്നെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ഓവർ കോൺഫിഡൻസ് എന്ന് പറഞ്ഞ് നമ്മുടെ ഗ്രൂപ്പിൽ ഇങ്ങനെ പറയണത് എല്ലാം ഇതായിട്ട് ഇത് പറഞ്ഞായിരുന്നു. അപ്പൊ എനിക്ക് അത് ഓവർ കോൺഫിഡൻസ് ഒന്നും അല്ല. ഞങ്ങൾ ഇന്ന് സത്യം പറഞ്ഞാൽ ഇന്ന് ഇത്ര പേര് അവൈലബിൾ ആണെന്നുള്ള രീതിയിൽ നമ്മൾ സിറ്റുവേഷൻ എടുത്ത് നമ്മൾ ഇന്ന് സിറ്റുവേഷൻ തന്നെ തീർക്കാനുള്ള പ്ലാൻ ആയിരുന്നു. പക്ഷെ അവിടെ നമുക്കൊരു മണ്ടത്തരം പറ്റിപ്പോയതാണ്. അതായത് മണ്ടത്തരം എന്ന് പറഞ്ഞാൽ കണ്ടെയ്നർ പൊട്ടിത്തെറിച്ച് കുറെ പേര് മരിച്ചുപോയി. അതുപോലെ നമ്മുടെ വണ്ടി അവിടെ കൊണ്ടുപോയി, നമ്മൾ ഓപ്പണിൽ ഒരു 2 വണ്ടി ഞങ്ങളുടെ ഇതായിപ്പോയി. അതൊരു മണ്ടത്തരം പറ്റിയതാണ് നമ്മുടെ സൈഡിൽ നിന്ന്. മിസ്റ്റേക്സ് ഞങ്ങൾ കറക്റ്റ് ചെയ്യും, മിസ്റ്റേക്സ് ഞങ്ങൾ അക്സെപ്റ്റ് ചെയ്യും, ഇറ്റ്സ് ഓക്കെ. പക്ഷെ വായി കൊടുക്കേണ്ടവൻ്റെ അടുത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് അപ്പുക്കുട്ട അതുകൂടെ അങ്ങ് കൊടുത്തേക്കണം കേട്ടാ. ഞാൻ ഇപ്പോഴും പോണില്ല, എന്റെ കറണ്ട് ഇപ്പോഴും വന്നിട്ടില്ല. കളിക്കാൻ പറ്റില്ല. ഒരു നിമിഷം ഒന്ന് അവര് സന്തോഷിച്ച് എനിക്ക് കളിക്കാൻ പറ്റില്ല. അല്ലടാ ഞാൻ കാര്യം പറയട്ടെ, മരം വീണ്ട് കറണ്ട് ഇല്ല, ഞാൻ ഇപ്പോഴും ഫോണിലാണ്. 3 ദിവസം കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് രണ്ടുപേർക്കും അടിക്കാനായിട്ട് അവസരം നമ്മൾ വീണ്ടും അത്രേ ഉള്ളൂ. അണ്ണാ ഒന്ന് വാട്സപ്പ് നോക്കൂ. അത്രേ ഉള്ളൂ. അത് W ആണ് ബ്രോ. ഇല്ല മറ്റേ പ്രിയാർ മുമ്പിൽ ചോദിച്ചു വന്നത് അണ്ണാ ഇപ്പൊ കാണിക്കണോ അതോ കണ്ടന്റ് വരുന്നുണ്ട് കാണിക്കണോ, അല്ലെങ്കിൽ നാളെ ഇത് കണ്ടന്റ് ആവും എല്ലാവരും? ഇല്ല നമുക്ക് കണ്ടന്റ് കാണിക്കാം. അണ്ണാ എന്റെ വീഡിയോ എല്ലാരും കണ്ട, എന്നാലും അണ്ണൻ ഓക്കെ സെക്കൻഡ്. ഇവിടെ പ്രീവാറില് നമ്മളെ ബാക്കി അവർ എത്ര പേരുണ്ടായിരുന്നു ലൈവായിട്ട്? 3 പേരുണ്ടോ? പക്ഷെ ഞാൻ പറയട്ടെ, നമ്മള് ആ ചുമ്മാ അടിവരായിട്ട് പോയി കേറി കൊടുത്ത. IBEX bro, thank you for the 2500 GP. IBEX bro, thanks a lot, thank you so much. Hey IBEX bro, ഈ പ്രീവാർ തോറ്റപ്പോ കുറെ പേര് എനിക്ക് മെസ്സേജ് അയക്കുന്നത്, അമ്മ അവള് തോറ്റ. thanks a lot IBEX bro, thanks a lot.
നോക്കി നമ്മൾ ജസ്റ്റ് പ്രീവാർ വരുമ്പോ എന്റെ ഇത് കമന്റ് സെക്ഷൻ വന്നതാണ് നോക്കി എടാ ഞാൻ എന്റെ കമന്റ് പിന്നെ ചെയ്ത് വെക്കണേടാ കണ്ണാപ്പി. ഇത് നോക്ക് ടിവിയെ ഡൗൺഫോൾ സ്റ്റാർട്ടഡ്. അത് നീയൊക്കെ ഇനി ഇപ്പൊ പേരിട്ടിറങ്ങി വന്ന ഗ്യാങ് ഇല്ലേ, അതേലത്തെ ഒരു 10 എണ്ണം കൊണ്ടുവന്നാലും നടക്കത്തില്ലടാ പുണ്ടച്ചി മോനെ. അത് ഞങ്ങള് തീരുമാനിക്കണം, മനസ്സിലായ? എടാ ഒരു ഫ്രീ വാർ നീയൊക്കെ ഇങ്ങനെ മറ്റേ വലിയ ഇതാക്കരുത് കേട്ടാ. ടിവിയുടെ ഡൗൺഫോൾ തരാ. ഇല്ല ഗൈസ് ഞാൻ പറ്റേ നീ പറ. അല്ല ഞാൻ വേറെ ഒന്നല്ല, ഞാൻ ഇത് POV ഇപ്പൊ കാണിച്ചു കഴിഞ്ഞാൽ നാളെ എല്ലാത്തിലും ഇത് വരും. അപ്പൊ അതിനെക്കാട്ടിലും നല്ലത് വേണ്ടാതെ സ്ക്രീനോ. ഞാൻ സ്ക്രീൻ എന്താ 2 മാസം കൊണ്ടുള്ള കമന്റ് കണ്ടില്ല അതിലത് എന്താ എടാ ഡെസ്റ്റർ 5 വിക്കൻ കണ്ടെടുത്തടാ. ഏസ് അടിച്ചടാ അവൻ ഫോർ റിയൽ. എടാ അവയസ് അല്ലെ ഗ്രാഗ് 2 മാസമായിട്ടുള്ളൂ, പക്ഷെ അടികൊള്ളത് പറഞ്ഞോടെ ജോക്കി. ഇത് ഫീഡ് ചെയ്ത് കൊടുക്കുന്നതിന്റെ പ്രശ്നമാണ്, പക്ഷെ വേറൊന്നും അല്ല. എന്നാലും ഞാൻ പറയാം ജോക്കി, ഇപ്പൊ കൊറേ കുണ്ണുകൾ മറ്റേ 6 വർഷവും 2 മാസവും പറയുന്നുണ്ടേ ജോക്കി. ഈ ഇവന്മാരൊക്കെ പറയുന്ന ഒരു ഇതുണ്ട് ജോക്കി. ഈ 6 വർഷം മുമ്പെന്ന് പറഞ്ഞാൽ ഓരോ പ്ലേയേഴ്സ്, അതായത് അന്ന് പ്ലേയേഴ്സ് ഈ പറയുന്ന പോലെ PVP ഒന്നും ഇല്ല. നമ്മൾ ഈ PVP ഒന്നും ഇല്ലാതിരുന്ന സമയത്ത് വെച്ചാൽ വളരെ മിനിമൽ PVP ആ. ആ സമയത്ത് കളിച്ച് ഓരോരുത്തർ വന്ന് ഡിഫറന്റ് ഗ്യാങ്ങിൽ കളിച്ച എക്സ്പീരിയൻസ് ഉള്ള ഉമ്മാരെ എല്ലാവരും ഒരുമിച്ച് എടുത്തിട്ട് അങ്ങനെയാണോ ജോക്കി നമ്മൾ ടിവിയെ ബിൽഡ് ചെയ്തത്? ഇവന്മാർ ഇതാണ് നമ്മുടെ അടുത്ത് ഇപ്പൊ കമ്പയർ ചെയ്തോണ്ടിരിക്കുന്ന സാധനം. ഒന്നുകൂടെ പറയാം, നീയൊക്കെ ഇനി 6 മാസോ 6 വർഷോ വീണ് കിട്ടിയ ഒരു പ്രീവാർ വിൻ, ഇതുകൊണ്ട് നീയൊക്കെ സന്തോഷിച്ചോണം. ഇതിന്റെ അപ്പുറത്ത് നിനക്കൊന്നും ഇല്ല. ഇനി നിന്നെയൊക്കെ എവിടെ കണ്ടാലും തല്ലും, ഇനിയും തല്ലും. അപ്പൊ കിട്ടിയ മറ്റേ ഷൗട്ടക്സിന്റെ വീഡിയോ കൂടെ വരുമ്പോ നിനക്കൊക്കെ കുരു പൊട്ടും, മനസ്സിലായോ? നിന്റെയൊക്കെ നമുക്കൊരു ഡൗൺ ടൈം വന്ന സമയത്തെ നമ്മൾ അങ്ങനെ അത്രയും ഇതായിട്ട് വന്ന് നമ്മൾ ഇതാക്കി കളിച്ച വന്ന ആൾക്കാരല്ല. അല്ലാതെ നിന്റെ കൂട്ട് നമ്മൾ ആർക്കും പോയിട്ട് കുനിഞ്ഞു കൊടുത്തിട്ടില്ല, നമ്മൾ അപ്പോഴും അടിക്കരുത്. പറയാണ്ടിരിക്കാൻ എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഹലോ, കൊറേ നാളായിട്ട് കേൾക്കണല്ലേ മണി ടോക്സ് നമ്മുടെ ഫൈനാൻഷ്യൽ ബാക്കപ്പ് അണ്ടിന്നൊക്കെ. നമ്മള് ടിവിക്കകത്ത് മാത്രം 6-7 PC കൊടുത്ത് ഇപ്പോഴും അതിനകത്ത് PC സ്വപ്നം കണ്ട് കയറിയവന്മാർ ഇപ്പോഴും വായി വിരലിട്ടിരിക്കുക, മനസ്സിലായോ? എന്നിട്ടാണ് മണി ടോക്സ് എന്ന് പറയാൻ നാണം ഉണ്ടോ അവരൊക്കെ? എടാ നമ്മള് ടോക്കിയ മണി എത്രയൊന്നും ഒരുത്തരും ടോക്കിയിട്ടില്ല. അത്രേ ഉള്ളു ജോക്കി, അതൊക്കെ അത്രേ ഉള്ളു. ഒറ്റ കാര്യമുള്ളൂ ജോക്കി. മറ്റേ PUBG അക്കൗണ്ടിനകത്ത് സ്പെൻഡ് ചെയ്തതിന്റെ 3-1 പൈസ മൊത്തം മെമ്മാർക്ക് BC കൊടുത്ത് മേടിച്ചാൽ പോലും അത്ര ആവൂല, മനസ്സിലായോ? വെറും ഒരു PUBG അക്കൗണ്ടിനകത്ത് സ്പെൻഡ് ചെയ്യാൻ നമ്മുടെ അടുത്ത് ഇവിടെ വന്ന് പറയുന്നത്. ഈ ഫാൽക്കണെയാണ് നമ്മളെ വെച്ച് കമ്പയർ ചെയ്യണത്. ഇത് ആരാണ് ഇവൻ? ഈ വാണം എടാ ആ പട്ടിക്കണ്ടി ഏതാന്ന് നിനക്ക് മനസ്സിലായില്ലേ? മറ്റേ തന്തയില്ലാത്ത കുറെ അവന്മാര് മറ്റേ ഒരു ഗ്യാങ് തുടങ്ങിയായിരുന്നല്ലോ, ടെക്സാസ് എന്ന് പറഞ്ഞിട്ട്. തന്തയില്ലാത്ത ചേർന്ന കൂട്ടം ഗ്യാങ്ങില് ടെക്സാസിനുണ്ടായിരുന്ന വാണക്കണ്ടി. ആ വാണക്കണ്ടിയെ പറ്റിയാണ് ഇവിടെ പറയുന്നത് ഈ ഫാൽക്കൺ എന്ന് പറയുന്ന കണ്ടി, മനസ്സിലായോ? ഓസി ഇവന്റെ ഒരു നാക്ക് എങ്ങനെയാ ഞാൻ പറഞ്ഞു തരട്ടെ നിങ്ങൾക്ക്. ഇവന്റെ നാക്ക് ഞാൻ പറഞ്ഞുതരാം. ഇപ്പൊ ഞാൻ എക്സാമ്പിൾ പറഞ്ഞാൽ നമ്മള് വേറെ ഒരു സിറ്റുവേഷൻ ആയിട്ട് ഒരു ഗ്യാങ് ആയിട്ട് സിറ്റുവേഷൻ ആവാന്ന് വിചാരിച്ചോ. ഇവൻ അപ്പോഴേ അറിയാം. എടാ ഇവന്റെ പേര് ഇവന്റെ അച്ഛന്റെ പേരെന്താ? രാമോദരനോ? ഓ ഓക്കെ. അമ്മയുടെ പേര് കിട്ടുവോ? ഇല്ലല്ലേ. ഇവന്റെ ലവർ വല്ലതും ഉണ്ടോ? ലവർ ഉണ്ട്. ഏത് കോളേജ്, ഏത് സ്കൂളിലാണ് പഠിക്കണേ? ഓക്കെ, അതൂടെ പറയാം. എന്നിട്ട് ആർപ്പിക്കകത്ത് വരും, പെട്ടെന്ന് ആർപ്പിക്കകത്ത് വന്നിട്ട് നിന്റെ അച്ഛൻ സുധാകരൻ മറ്റേ കടയിലിരിക്കുന്നത് കണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് ചിരിക്കും. അന്നേരം മറ്റേ അലാറം വെച്ച് ചൂപ്പുന്ന സ്രാങ്ക് വരും കൂടെ ചിരിക്കാൻ, മനസ്സിലായോ? എടാ സ്വന്തം വണ്ടി വളച്ചു വെച്ച് ചൂപ്പടാ. എടാ സ്രാങ്ക് മറ്റേ ഫാൽക്ക പൂറി മോനെ, നീ ഇതിനകത്ത് സത്യം പറഞ്ഞ എനിക്ക് MRC അറിയാവുന്നവരുടെ അടുത്തൊന്നും എനിക്കൊരു പ്രശ്നമില്ല. പക്ഷെ ഫാൽക്ക തന്തയില്ലാത്തവനെ മയിലേ ഒരുത്തന്റെ
അല്ല അണ്ണ അണ്ണ ഞാൻ ഇംപ്രസ് ആയി പോയത് എവിടെയാന്ന് പറയാൻ ജോക്കി. എന്നിട്ട് ഈ പുണ്ടച്ചിമോൻ എന്റെ അടുത്ത് വന്നിട്ട് ഇൻബോക്സിൽ വന്നിട്ട് വലിയ ന്യായം കളിച്ച്. അപ്പൊ ഇവനും രാജുഭായെ കൂടെ വിളിച്ചോണ്ട് വന്നു. ഞാൻ രാജുഭായെ തള്ളക്കി വിളിച്ച്, ഇവനെ തള്ളക്കി വിളിച്ച്. അപ്പൊ ഞാൻ പറഞ്ഞ രാജുഭായ് എടുത്ത് ഞാൻ ഈ കാര്യങ്ങൾ വെളിയിൽ സംസാരിച്ച് പുള്ളിക്ക് പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലാവുന്ന ആളാണ്. ഞാൻ പുള്ളിയുടെ അടുത്ത് പറഞ്ഞ അന്നത്തെ റേജിന്റെ ആണെന്ന് ഞാൻ ഇതുപോലെ കാര്യം പറഞ്ഞു. ഇവ എന്നെ പറഞ്ഞ് ഇംപ്രസ് ചെയ്തെന്ന് അറിയോ ജോക്കി? ഇത് എന്നെ കൊണ്ട് പറയിപ്പിച്ചതാണ്. പക്ഷെ ഞാനത് ഇപ്പഴാ അറിയണത്. ഇപ്പൊ അറിഞ്ഞതെന്ന് പറഞ്ഞാൽ ഇവനായിട്ട് പോയി എന്റെ അച്ഛന്റെ പേര് കണ്ടുപിടിച്ചിട്ട് ഇവനെ ഡ്രാഗ് ചെയ്തതാണ് അതിനകത്ത്. എന്നിട്ട് ഈ പുണ്ടച്ചിമോന്റെ അടുത്ത് സോറിയും പറഞ്ഞിട്ട് ഇവ അടുത്ത ദിവസം വന്ന് എന്റെ അടുത്ത് 10,000 രൂപ കടം ചോദിച്ചു. ഡെസ്ട്രോ, ഞാൻ നിന്നെ ഡ്രാഗ് ചെയ്താണ്. ഡെസ്ട്രോ, നിന്റെ ജിപേ ചോദിക്കുന്നുണ്ട് ഇവിടെ കുറെ പേര്. എന്റെ ജിപേ ഇപ്പൊ ഇല്ല, അതാണ് പ്രശ്നം. ജിപേ ഇല്ല, ജിപേ സെറ്റ് ആയില്ല. ഇല്ല. ഓക്കെ, നീ നാളെ ലൈവ് വരുമോ? ഓരോ ശരി ശരി, ഓക്കെ, ട്രൈ ചെയ്യണേ. ഓക്കെ ഗൈസ്, അവൻ നാളെ ലൈവ് വരും. അന്നേരം നിങ്ങൾ എല്ലാവരും നിങ്ങൾക്ക് എന്താ വെച്ചാ അങ്ങനെ ചെയ്യും. ഓക്കെ, അതായിരിക്കും ബെറ്റർ. അണ്ണ അവൻ ചീവനെ പറഞ്ഞ അവൻ ഇവൻ എന്തുവാടാ പറഞ്ഞ അണ്ടർവെയർ ഞാൻ ഒരു ദിവസം രാവിലെ എണീക്കുമ്പോ, ഞാൻ എക്സാമ്പിൾ പറയാം, ഇത് ആരെയും പറ്റിയല്ല ഗൈസ്, എന്നാലും ഞാൻ എക്സാമ്പിൾ പറയാം. ഞാൻ ഒരു ദിവസം രാവിലെ എണീക്കുമ്പോ ഞാനൊരു ലൈവ് കാണുക. എന്റെ പേരിൽ മരണം വരെയും അതൊരു പ്ലെയറിന്റെ ടാഗ് ഉണ്ടെങ്കിൽ അത് KVയുടെ ടാഗ് ആയിരിക്കും. ഞാൻ ഇടയ്ക്ക് ഇനാക്റ്റീവ് ആയിരിക്കും. ഇനി ഞാൻ പോയിട്ട് തിരിച്ചു വന്നാലും KVA ആണ് ഉയിര്. ഞാൻ ഉറക്കത്തിൽ നിന്ന് എണീപ്പിച്ചാലും KVAക്ക് വേണ്ടിയായിരിക്കും ഞാൻ ഇനി കളിക്കാൻ പോണത്. കാരണം ഇതൊരു വെറും ഒരു ഗ്യാങ് അല്ല, ഇതൊരു ഫാമിലിയാണ്. അപ്പൊ ഞാനിത് കേട്ടപ്പോ ഉണ്ടല്ലോ, എനിക്ക് ഭയങ്കര മച്ച് റെസ്പെക്ട് തോന്നിയിട്ട് ഞാൻ ഈ പർട്ടിക്കുലർ പ്ലെയറിന്റെ ഇൻസ്റ്റാഗ്രാമിൽ പോയിട്ട് ബ്രോ ഞാൻ പറ്റുമ്പോഴൊക്കെ ആക്റ്റീവ് ആവും, വൺ ഓഫ് ദ ബെസ്റ്റ് പ്ലെയർ ഇൻ അവർ കമ്മ്യൂണിറ്റി, പറ്റുമ്പോഴൊക്കെ ആക്റ്റീവ് ആവണം എന്ന് പറഞ്ഞ് ഞാൻ മെസ്സേജ് അയച്ചു. ഞാൻ മെസ്സേജ് അയച്ചിട്ട് ഞാൻ തിരിച്ചു വന്ന് അടുത്ത ദിവസം നോക്കുമ്പോ ഞാൻ MRC കയറി എന്ന് പറഞ്ഞിട്ട് ഒരു സാധനം കൂടെ കണ്ടു. കമ്മ്യൂണിറ്റിയിൽ ഒരു ഊമ്പൻ ഉണ്ട്, വലിയൊരു ഊമ്പനാണ്, വലിയൊരു ഊമ്പൻ. ഇതൊരു ഇമാജിനറി സ്റ്റോറിയാണ്. ആ അവന്മാരെ ഒക്കെ പറ്റി നമുക്ക് എന്തെങ്കിലും പറയാനുണ്ടോടാ? കാണുന്നവർക്ക് തന്നെ അറിഞ്ഞൂടാ ആ നന്ദിയൊക്കെ. കമ്മ്യൂണിറ്റി വലിയൊരു ഊമ്പനാണ്, വലിയൊരു അണ്ണ. വേറൊരു സ്റ്റോറി ഉണ്ട്, ഓർമ്മയുണ്ടോ? ഓർമ്മയില്ലേ, നമ്മളടിയായപ്പോ മറ്റേ ഹോസ്പിറ്റലായി പിന്നെ ഇൻട്രസ്റ്റ് ചെയ്ത് ഫോട്ടോ എടുത്ത് അതുപോലെ ഈ സെയിം കളിക്കുന്ന സമയത്ത് നമ്മുടെ അടി മേടിച്ചിട്ട് ജോക്കി ഇവ പിൻട്രസ്റ്റിൽ നിന്ന് ഫോട്ടോ ഡൗൺലോഡ് ചെയ്തിട്ട് കുത്തിയിട്ടിട്ട് ഇവന് ബ്ലഡ് ക്യാൻസർ ആണെന്നെന്തോ പറഞ്ഞു. ബ്രെയിൻ ട്യൂമർ എന്തോ ആണെന്ന് പറഞ്ഞു ജോക്കി. ഞാനിത് കണ്ടിട്ട് ഞാനാണെ വാറിന് ഇവനെ അപരാധിക്കുകയും ചെയ്ത്. ഞാൻ ഇത് കണ്ടിട്ട് ഇവന്റെ കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇട്ട് ഇവന് ബ്രെയിൻ ട്യൂമർ ആണ് എന്നൊക്കെ പറഞ്ഞ്. എന്റെ പൊന്നോ, ഞാനിത് കണ്ട് നേരെ പോയിട്ട് പുള്ളിക്ക് മെസ്സേജ് ഒക്കെ അയച്ചു. എടാ ഞാൻ ഇത് കമന്റ് ഒക്കെ ഇട്ട് പൊന്നെ ചില്ലാവും, എല്ലാം ഓക്കെ ആവും. കുറച്ച് കഴിഞ്ഞപ്പം ഇൻബോക്സിൽ എനിക്ക് ഒരു 50 പേര് കൊണ്ട് അയച്ചു തന്നു, ബ്രോ ഇത് പിൻട്രസ്റ്റിലുള്ളതാണെന്ന്. പിൻട്രസ്റ്റിൽ ഫോട്ടോ എടുത്തിട്ട് പോസ്റ്റ് അതിപ്പോ കളിക്കുന്ന റെപ്യൂട്ടഡ് പ്ലെയർ ആളിയ. ഈ ഓഡിയൻസിന് ഇതൊന്നും അറിഞ്ഞൂടാ. ഇവര് വിചാരിക്കുമ്പോ ഇവരെ ഒരു തരത്തിൽ പറഞ്ഞിട്ട് കാര്യം പറഞ്ഞിട്ട് കുറ്റമില്ല. കാരണം ഇവര് നോക്കുമ്പോ ഇന്നലെ 2 മാസം മുമ്പ് തുടങ്ങിയ അവരോട് ഇവർക്ക് ഈ വെളിയിൽ നിന്ന് ആൾക്കാർ നോക്കുമ്പോ ഇവര് വിചാരിക്കുന്ന ഓഡിയൻസ് ആയിട്ട് MRCക്ക് വന്ന ഓഡിയൻസ് ആയിട്ടുള്ള ആൾക്കാർ വിചാരിക്കുന്ന പറഞ്ഞാൽ 2 മാസം മുമ്പ് തുടങ്ങിയവരോട് ഇത്ര ഈഗോ ഫ്രസ്ട്രേഷൻ. ബ്രോ ഇതൊന്നും അല്ല, അവരോടൊന്നും നമുക്കൊരു ഈഗോ അണ്ടിയില്ല. ഇതുപോലത്തെ കുറെ കൂടെ നിന്ന് ഊമ്പിച്ച കുറെ കുണ്ണകളുണ്ട് ഇതിനകത്ത്, മനസ്സിലായ? പറയാതിരിക്കാൻ വയ്യ. ഇതുപോലത്തെ കുറെ അച്ചിപ്പട്ടികൾ ഇതിനകത്ത് നിരയായിട്ടുണ്ട്. അവന്മാരുടെ കാര്യമാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ പറയാണ്, ഇനി നിന്റെയൊക്കെ സ്റ്റേറ്റ്മെന്റ് ഇതായതുകൊണ്ട് നമ്മൾ ഇങ്ങനെ തന്നെയാണ് സിറ്റിയില്. നീ ഇത്രയും നാള് ഫ്രസ്ട്രേഷൻ ഇല്ലാതിരുന്നപ്പോ നമുക്ക് ഫ്രസ്ട്രേഷൻ ആണെന്ന് പറഞ്ഞു. ഇനി അങ്ങോട്ട് നമ്മൾ ഫ്രസ്ട്രേഷൻ കാണിക്കാൻ പോവാ. നമ്മൾ PG ഒക്കെ ട്രീറ്റ് ചെയ്ത് അതേപോലെ ട്രീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതുപോലെ ഒരു ദിവസം ഭാഗ്യത്തിന് അവന്മാര് നമ്മളെ ഒരു പ്രിയോർ അടിച്ചിട്ടായിരുന്നു, മനസ്സിലായോ? അതടിച്ചത് മാത്രമേ അവന്മാർക്ക് ഓർമ്മയുള്ളൂ ഈ DJക്കാർക്ക്. അതുപോലെ നിനക്കൊക്കെ ഓർമ്മിച്ച് സന്തോഷിക്കാൻ വേണ്ടി ഒരു സാധനം അത്രേ ഉള്ളൂ. ഇനി അടിക്കും നിന്നെയൊക്കെ പറക്കിയിട്ട്. എടാ എന്നോട് കൊണച്ച കോട്ടറ, എനിക്ക് നിന്റെ അടുത്ത് ഒരു കാര്യം പറയാനുള്ളൂ. നീ ഉണ്ടല്ലോ
ഈ ടീമിനകത്ത് വൺ വേ ഇരുന്ന് സ്വന്തം സാമാനം വന്നിട്ട് ചൂപ്പണ പോലെ അല്ല വാറ് കളിക്കാൻ പറഞ്ഞു മനസ്സിലായി കേട്ടാ എവിടെയാ പുണ്ടച്ചി ഒരു PC കണ്ടി 40 FPS മറ്റേ ലോക്കിൻ ചെയ്ത് വന്നിരിക്കും MRC കയറുന്നവര് അവന് മറ്റേ 130-150 FPS ആയിരുന്നു കേട്ടാ. MRC കയറിയോണ്ട് അവന്റെ FPS അങ്ങ് 40 അവനങ്ങ് ലാഗായി. നിന്നെ പോലത്തെ ഒരു ഓപ്പ് ബാക്കിയുള്ളവരെ കമ്പയർ ചെയ്ത് സത്യം പറയാലോ ഒരു ഗ്യാങ്ങിന് മൊത്തത്തില് ഊമ്പിച്ചെടുത്തനല്ലേ നീ സത്യം പറഞ്ഞ ഞാൻ ഇതിപ്പോ എല്ലാവർക്കും ഒരു 5 ദിവസം ഒരു മാസം പീസ് എടുത്ത് കൊടുത്തില്ലെങ്കിൽ നാളെ അവനെ തള്ളക്കി വിളിച്ചിട്ട് പോടാ കുറിയുവനെ നിന്റെ ഓന്നൊക്കെ പറഞ്ഞിട്ട് അവൻ പൂക്കാണ്. അതിന് മുമ്പ് എന്തെങ്കിലും പീസ് എല്ലാം മേടിച്ചു കൊടുക്കാൻ കേട്ടോ, അല്ലെങ്കിൽ പ്രശ്നമാവും. നിങ്ങൾക്ക് നാളെ തന്നെ നിങ്ങളെ തന്നെ വിളിച്ചു എല്ലാം പോയോ? അത്രേ ഉള്ളൂ എല്ലാരും എടാ പക്ഷേ അളിയ സത്യം പറയല്ലോ എടാ സത്യം പറയല്ലോ ആലോചിച്ച് നോക്കിയടാ. നമ്മള് ഇനിഷ്യല് നമ്മള് ജയിച്ചപ്പോ തന്നെ ഈ MRC PR ടീം ഓൾറെഡി കണ്ടന്റ് ഇറക്കി. ഇനിഷ്യൽ അവര് ആ കണ്ടന്റ് കേട്ടാ വിചാരിക്കും നമ്മൾ തോറ്റുപോയിന്ന്. ഞാനത് കണ്ടപ്പോ പേടിച്ചു പോയി, നമ്മൾ തോറ്റുപോയി. ഇനിഷ്യല് നമ്മൾ അടാ അങ്ങനെ. ഇനി ഇവന്മാർക്ക് ആകെ ഇനി പറയാനുള്ളത് ഈ ഒരു പ്രിയവാറാണ്. പക്ഷെ നിനക്ക് ഇനി വാറ ജയിച്ചിട്ട് കണക്ക് പറയണമെങ്കിൽ വീണ്ടും വേണം, നമുക്ക് വീണ്ടും അടിക്കാൻ നമ്മൾ റെഡിയാ. എടാ സ്വന്തമായിട്ട് സന്തോഷം ഇങ്ങനെ വന്ന് അങ്ങനെ തന്നെ പോയത്. എടാ ഈ ലൈവ് ആണ് MRC ഒരു കാര്യം ഞാൻ പറയട്ടെ 6 ഇയർ ലെഗസി ഊമ്പിയെന്ന്. എടാ 6 ഇയർ ലെഗസി പോയിട്ട് നിന്റെയൊക്കെ മനസ്സിലായ നിന്റെയൊക്കെ വർഷം പോയിട്ട് 6 വർഷം പോയിട്ട് ഒരു വർഷം പോലും നിനക്കൊന്നും ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. അതിന് മുമ്പ് നിർത്തി പോകേണ്ടി വരും. നീയൊക്കെയാണ് എന്റെ 6 വർഷത്തെ ലെഗസിയെ പറ്റി പറയാൻ വരുന്നത്. എടാ ഓടാ കുറിയുവനെ ആദ്യം സിമ്പിൾ ആയിട്ടൊരു കാര്യം പറയട്ടെ. എടാ സിമ്പിൾ ആയിട്ടൊരു കാര്യം പറയാണെങ്കിൽ എടാ നമ്മുടെ ഗ്യാങ് എന്ന് പറഞ്ഞാൽ എന്തൊക്കെ ഇടലോടാ. അടിക്ക് അടി, വെടിക്ക് വെടി, കമ്മ്യൂണിക്കേഷന് കമ്മ്യൂണിക്കേഷൻ. എന്തേലും ഇല്ലാത്തായിട്ടുണ്ടോ? ഒന്നുമില്ല. പക്ഷെ അവിടോ ഒന്നുമില്ല. അവിടെ ഉള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് ജോക്കി. തമ്മിലടി, കുശുംപറിച്ചില്, നമുക്ക് ആരുടെ കാര്യങ്ങളൊന്നുമില്ല. പക്ഷെ ഫാൽക്ക അണ്ടിയില്ലാത്തവനെ അച്ഛനെ വിളിക്കുന്ന അവ ഒരു തായോളിയാണ് പണ്ട് തൊട്ടേ. എനിക്കവിടെ ഫാൽക്കണെന്നാണ് ഏറ്റവും കൂടുതൽ സന്തോഷിച്ചത് നമ്മളെ പ്രിയാർ ജയിച്ചപ്പോ. നാളെ കണ്ണൻ ചേർത്തില്ലല്ലോ, അതായത് ഈകള് പറഞ്ഞില്ലേ അതിന് സന്തോഷം ഒരാളുണ്ട്. അല്ല നമുക്ക് പോളിട്ട് തുടങ്ങാം. പോളിട്ട് പോളിട്ടെ ആരും ജയിക്കുമെന്ന് ചോദിച്ചു. അവന് T47 പേടിയാണ്. ഇങ്ങനെയൊക്കെ പറയുന്ന ഒരു പ്ലെയർ ഞാൻ ആദ്യമായിട്ടാണ്. ആൾക്കാര് വന്നു എനിക്ക് ഇവിടെ. ആര് ജയിക്കും നമുക്ക് പോളിൽ തീരുമാനിക്കാം. എടാ എന്തുവാടാ കണ്ണാപ്പി ചുമ്മാ ചാറ്റിൽ ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ പറഞ്ഞാലോ കണ്ണാ മൈൻഡ് ചെയ്യണ്ട. കുഴപ്പമില്ല, അവര് പറഞ്ഞോട്ടെ, കുഴപ്പമില്ല. ആരെങ്കിലും മൈൻഡ് ആക്കാൻ പോകേണ്ട ആവശ്യമില്ല. എടാ അത് ഐഡിയകളെ ബുദ്ധിയില്ലാതെ ബ്രെയിൻ അഴിച്ചു വെച്ചില്ല. ഉച്ചക്ക് ടീമും പറഞ്ഞില്ലേ MRC കയറാനുള്ള ബേസിക് റിക്വയർമെന്റ് വെടിവെക്കാൻ അറിയണം, ബ്രെയിൻ ഒരു താഴെ വെക്കണം. ഇത് രണ്ടും ചെയ്ത പിള്ളേർ വ്യൂവേഴ്സും പ്ലേയേഴ്സും ആണ് അവിടുത്തെ. അവിടെ പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റില്ല നമുക്ക്. നമ്മൾ നമ്മുടെ കാര്യം നോക്കിയത് കോപിത്തരം കാണിച്ച CK-മാർക്ക് 15 ദിവസം സസ്പെൻഷൻ. എന്താണ് ഇത്? ചന്തിയില് പ്രേമിച്ച് നടക്കുന്നവരെ വേറെ കാര്യം പറയട്ടെ, CK-മാരി അങ്ങനെ പുറത്താക്കിയുണ്ടല്ലോ. ഇത് ആര് എടാ 19 വയസ്സുള്ള ചെറുക്കൻ പൈസ ഓഫർ ചെയ്യണമെങ്കിൽ അവന്റെ എവിടെ നിന്നാടാ പൈസ? നമ്മള് VC-ക്കകത്ത് വിളിച്ചോണ്ട് വന്നായിരുന്നേ. ആൻഡ് ഇതും പറഞ്ഞ് ഒബ്ജക്ഷൻ പറഞ്ഞ് ഏതെങ്കിലും ഒരു പുണ്ടച്ചിമോ ഇങ്ങോട്ട് വന്നാ 1.5 മണിക്കൂറുള്ള ഓഡിയോ ക്ലിപ്പ് ഞാൻ ഇവിടെ പ്ലേ ചെയ്ത് വെച്ചിട്ട്
മണിക്കൂറുള്ളത് ഞാൻ അവിടെ പ്ലേയും ചെയ്ത് വെച്ചിട്ട് ഞാൻ പോയി കിടന്ന് ഉറങ്ങും. ഒരു സംശയമില്ല പുണ്ടച്ചുവനെ, ഒരു സംശയമില്ല. നിങ്ങൾ നാളെ ചോദിക്കുക ഗൈസ്. അല്ല, ചന്ദ്രന്റെ കയ്യിൽ ഒരു 1.5 മണിക്കൂറുണ്ട്. ചന്ദ്ര, അത് നീ കളയല്ലേ കേട്ടോ, നിന്റെ കയ്യിൽ വെച്ചേക്കണ കളിയാ. അത് കളയല്ലേ, അതൊരു 1.5 മണിക്കൂറുണ്ട്. പിന്നെ ഞാൻ പറയാം ഗൈസ്, പിന്നെ വേറൊരു കാര്യോട് പറയാം. ഇവന്മാര് ഈ സാധനം നമ്മുടെ ഉണ്ടെന്ന്. അത് കാരണം ഇവന്മാർക്ക് അറിയാം. നിങ്ങൾ ജസ്റ്റ് ഇമാജിൻ ചെയ്യും, 18 വയസ്സുള്ളവന് 19 വയസ്സുള്ളവന് എങ്ങനെയാണ് ക്യാഷ് അല്ലെങ്കിൽ എന്ത് വേണേ ഓഫർ ചെയ്യാന്ന് പറഞ്ഞ് വെളിയിൽ ഇരുന്ന് സംസാരിക്കുന്നേ. സിക്കമാരി എങ്ങനെ 15 ദിവസം അല്ലാതെ പറഞ്ഞു വിട്ടിരുന്നെങ്കിൽ ഇന്ന് ഈ മാന്യൻ കളിക്കുന്നവരല്ലേ, മറ്റേ മെച്യൂരിറ്റിയാണ് ഏറ്റവും വലിയ കാര്യം എന്ന് പറഞ്ഞ് എതിട്ട് പറഞ്ഞ ആൾക്കാരില്ലേ, അവന്മാരിരുന്ന് മനസ്സിലായി, അവന്മാരിരുന്ന് തൂറും അവിടെ സിക്കമാരി എന്തെങ്കിലും വിളിച്ചു പറഞ്ഞ. അതുകൊണ്ടാണ് 15 ദിവസം കൊടുത്തത്. പോട്ടറാ, കുഴപ്പമില്ല. ഒന്നും കൂടെ റിപ്പീറ്റ് ചെയ്യണം. MRC ആരടുത്തും ഒരു ഹേറ്റും ഇല്ല. ആ ഫാൽക്കൺ തന്തയില്ലാത്ത ഡ്രീമറെ ലൈവ് ഇടാതിരിക്കല്ലേടാ. MRC കുറെ പേര് കിക്ക് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. നിനക്ക് അറിയാലോ, നമുക്ക് ഒരാൾക്ക് എത്ര രൂപ വെച്ച് കിട്ടുമെന്നുള്ള കാര്യം അളിയാ. ലൈവ് ഇടാണ്ടിരിക്കല്ലേ, കുറെ പേര് ഇൻസ്റ്റാൾ ചെയ്ത് വന്നിട്ടുണ്ട് അളിയാ. നമുക്ക് നല്ല ചാകര ടൈമാണ് അളിയാ. ലൈവ് ഇടണം കേട്ടാ, ലൈവ് ഇടാതിരിക്കല്ലേ. സീസൺ മറ്റേ അവധി കഴിയുന്നതിന് മുമ്പ് മാക്സിമം പിള്ളേരെ കൊണ്ട് ഇൻസ്റ്റാൾ ചെയ്യിപ്പിക്കും. നമുക്ക് മറ്റേ ഇതൊക്കെ ഇല്ലേ, ഡൗൺലോഡിംഗ് പേയ്മെന്റ്. എടാ കമന്റിൽ വന്ന് ആക്റ്റീവ് ആവണടാ. വാർ കുറച്ചേരം കണ്ടോണ്ടിരിക്കണേ, വാച്ച് ഓവർ കൂട്ടണേടാ പ്ലീസ് കേട്ടാ. എന്തൊക്കെ പറഞ്ഞാല് ചത്ത പച്ച. അല്ലടാ, അവന്മാർക്കോ വേണ്ടി ഇവിടെ നമുക്ക് പൈസ അണ്ണാ നമ്മ തമ്മി തല്ലി പിടിക്കാൻ നോക്കണവരെ ചാറ്റില് ഹേറ്റ് ഉണ്ടാക്കണ മോഡറേറ്റർ ആരുമല്ലോ. മോഡ്സ് ഒന്നല്ല, നമ്മ തമ്മിൽ അടി ഉണ്ടാക്കണവന്മാരാണ്. ഇവരതൊക്കെ കൺട്രോൾ ചെയ്യാറുണ്ട് അണ്ണാ. ഇത് ഈ വാറ് നടക്കാതിരിക്കാൻ കൊറേ പെതുക്കെ കൊറേ ട്രൈ. നീല അത് ടെക്സാസിന്റെ പ്ലാൻ. അത് ടെക്സാസിന്റെ നിങ്ങളിവിടെ ലൊക്കേഷൻ ഒക്കെ ചോദിക്കില്ലടാ നീല. നമ്മളെ പണി വിട്ടില്ലേ ബ്രോ? നിങ്ങൾക്ക് ഇപ്പോഴും തോന്നുന്നുണ്ടോ? നിങ്ങൾക്ക് ആർക്കും മനസ്സിലാവണല്ലേ ബ്രോ? എന്റെ സൈഡിൽ നിന്ന് നിങ്ങൾക്ക് ആർക്കും മനസ്സിലാവണല്ലേ? ഞാൻ ഈ പർട്ടിക്കുലർ സാധനമൊക്കെ നടക്കുന്ന സമയത്ത് ഞാൻ സെർവറിൽ ആക്റ്റീവ് പോലും അല്ല ബ്രോ വലുതായിട്ട്. ഞാൻ വരും, ഗ്യാങ്ങിന് വേണ്ടി സംസാരിക്കും, ഗ്യാങ്ങിന് വേണ്ടി ഇതാക്കും. അപ്പൊ വീട്ടിലിരിക്കുന്ന തന്തയുടെ പേരൊക്കെ ഡ്രാഗ് ചെയ്തുകൊണ്ട് വരുന്നവനടുത്തൊക്കെ എന്ത് പറയണം? ഞാനിത് സംസാരിച്ച് ഇതാക്കിയത്. അന്ന് അവനെ ഒരു എക്സ്ക്യൂസ് പറഞ്ഞ് ഒഴിവായി പോയതാ. അവൻ. ഇപ്പൊ വരുമ്പോ നമ്മൾ കാര്യം സത്യമൊക്കെ മനസ്സിലാവുന്ന സമയത്ത് നമ്മൾ എന്ത് പറയണം? എനിക്ക് അതിൻ്റെതായിട്ടുള്ളതുണ്ട് ബ്രോ. എനിക്ക് മിണ്ടായിരിക്കാൻ പറ്റത്തില്ല ഇങ്ങനത്തെ കൊണ്ടുപോകണടുത്ത്. ഓക്കെ കൊട്ടവാസു, നമ്മൾ ഇവിടെയൊക്കെ ഉണ്ട്. എമ്മ, മിസ്റ്റർ റെക്സി. നീ അവിടെ നിന്ന് എന്റെ തന്റെ രണ്ടി ഊപ്പിക്കൊണ്ടിരിക്കണ പുണ്ടച്ചുവനെ. ഞാൻ പറഞ്ഞു 3 മണിയായിട്ട് ഉറക്കമില്ലാത്ത ഊമ്പിയപ്പോ ഈ നാക്ക് എവിടെയായിരുന്നു എടാ? അത് പിന്നെ ഈ ഷെഡ് ഡാൻസ് കളിക്കുന്ന പുണ്ടച്ചിയുടെ വെച്ചോണ്ടല്ലോടാ. നമ്മള് സാധാരണ പ്രീവാറൊക്കെ കഴിഞ്ഞ് വാറും കഴിഞ്ഞിട്ടാണ് എല്ലാരും POV രണ്ടും കൂടെ ഒരുമിച്ച് കാണിക്കുന്നത്. അത് ഒരുമിച്ച് കാണിച്ചിട്ടേ നമ്മൾ പോത്തുള്ളടാ തന്തയില്ലാത്തത്. അല്ലാണ്ട് പിന്നെ വേറെ നിങ്ങളെ പോലെ മറ്റേ ഹോസ്റ്റൽ എടുക്കും VC പോയിരിക്കുക. വാറിന്റെ പകുതിക്ക് ഇനി പ്രീവാറിന് ഡൗൺ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ എന്താ ഗെയിം മിനിമൈസ് ചെയ്തിട്ട് വന്ന് ഡിസ്കോഡിൽ ഇരിക്കുക. ഇതൊക്കെ RP ആണ്. ഇതൊക്കെ പ്യൂർ RP ആണ്. ലൈവ് മ്യൂട്ട് ചെയ്തിട്ട് അങ്ങനെയല്ല നമ്മൾ ഈ ഗെയിം കളിക്കുന്നത്. കാര്യം പറ. ഞാൻ എക്സ്ലാൻഡിസിലെ സെർവറിൽ വിളിച്ചിട്ട് അവർക്ക് 2 ലക്ഷം രൂപ അയച്ചു കൊടുത്ത് അവര് ടൈം എക്സ്റ്റെൻഡ് ചെയ്ത് തന്നു. നിന്നെയൊക്കെ പണ്ണാൻ വേണ്ടി. നിന്നെയൊക്കെ പണ്ണാൻ വേണ്ടിട്ട് ഞാൻ അവിടെ പൈസ അയച്ചു കൊടുത്ത പുണ്ടച്ചിയോനെ. ടൈം എക്സ്റ്റെൻഡ് ചെയ്തു. മണി ടോക്സ് എന്റെ കുറച്ച് പൈസ ഇവിടെ കളിക്കാൻ സെർവറിൽ കളിക്കാൻ താല്പര്യമില്ലേ? നീ വേറെ സെർവറിൽ പോയി കളിക്കടാ. നീ വേറെ സെർവറിൽ പോയി കളിക്കാൻ താല്പര്യമില്ലെങ്കിൽ ഞാൻ മണി ടോക്സ് ഞാൻ പൈസ ഇറക്കി. ഇറക്കടാ. ചന്ദ്രനാണോ? അത് മറന്നിട്ടില്ലേ? വാണ്ടഡ്ലി ടൈം സ്പെൻഡിങ്. അഡ്മിൻസിന് മനസ്സിലായി നിന്നെ പോലത്തെ തന്തയില്ലാത്ത ബ്രോ. ഞാൻ ഒരു ഫാൻസിനും അല്ല എന്റെ ഇൻബോക്സ് എന്റെ ഗ്രൂപ്പിലുള്ള ആൾക്കാർക്ക് അറിയാം. എന്റെ ഇൻബോക്സിലും എന്റെ വൈഫിന്റെ അക്കൗണ്ടിലും എന്റെ ബാക്കിയുള്ളതിനകത്ത് കുറച്ച് ദിവസമായിട്ട് തന്തയില്ലാത്ത പുണ്ടച്ചി മക്കൾ വന്ന് അവരാധിക്കുന്ന അവരാധം എന്താണെന്ന് ഞാൻ സ്ക്രീൻഷോട്ട് ഇടാറുണ്ട്. അവനെ കൊണ്ടൊക്കെ സോറി പറയിക്കാറുണ്ട്. ഞാൻ പറയിപ്പിച്ചുകൊണ്ട് ഇന്നും കൂടെ ഗ്രൂപ്പിൽ എന്റെ ഗ്രൂപ്പിലുള്ള എത്ര പേരുണ്ടെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എന്റെ ഒരു 3-4 ഗ്രൂപ്പ് ഉണ്ട്.
എന്റെ ഒരു 7 ഗ്രൂപ്പ് 8 ഗ്രൂപ്പിനകത്ത് ഞാൻ എന്തൊക്കെയാണ് ഇടുന്നതെന്ന് എല്ലാവർക്കും കാണുന്നതാണ്. ഞാൻ ഇത് ലൈവിൽ കാണിക്കാത്തതാ, കൊച്ചുപുണ്ടകളായതുകൊണ്ട് മാത്രം. മനസ്സിലായ? എല്ലാം എന്താ ഇതാക്കി കഴിയുമ്പോ അവസാനം വാസുണ്ണ സോറി കേട്ടോ, ഞാൻ അറിയാതെ പറഞ്ഞു പോയതാ, ഞാൻ ബ്രെയിൻ ഡെഡ് ആയി പോയതാ എന്ന് പറഞ്ഞ്. ബ്രോ എന്തൊക്കെ പറഞ്ഞാലും ഇതിന്റെ പുറകെ ഇരിക്കുന്ന ഇപ്പൊ വെളുപ്പിനെ 3 മണി സമയം ഇതിന്റെ പുറകെ ഇരിക്കുന്ന ഒരാൾക്ക് ഗെയിമിന് വെളിയിൽ ഇറങ്ങിയാൽ ഇത് തന്നെ ഫേസ് ചെയ്യേണ്ടി വരുമ്പോൾ ഒരു മെന്റൽ ഫ്രസ്ട്രേഷൻ ഒക്കെ വരും. അതാണെന്ന് കൂട്ടിയാൽ മതി. ഇനി എന്ത് ഫ്രസ്ട്രേഷൻ എന്ന് പറഞ്ഞാലും ഞാൻ അത് കേട്ടോളാം. ചെയ്യാത്ത സമയത്ത് നീയൊക്കെ എനിക്കത് പറഞ്ഞു തന്നാ, അതുകൊണ്ട് ഇനിയിപ്പോ ചെയ്യുമ്പോ പറഞ്ഞു, എനിക്ക് കുഴപ്പമില്ല, എന്ത് വേണേ പറഞ്ഞു, എനിക്ക് ഒരു പ്രശ്നമില്ല. എക്സ്റ്റെൻഡ് ചെയ്ത് എന്താന്ന് പറയണ പറഞ്ഞു അക്സെപ്റ്റ് ചെയ്താലും ഇത്ര സമയത്തിനുള്ളിൽ റോക്സൂട്ടി കയറണമെന്നത് MRC അത് കേറിയിട്ടില്ല. അതൊന്നിട്ട് പറഞ്ഞു എക്സ്റ്റെൻഡ് ചെയ്താല് ഇല്ല നമ്മള് ബോധിപ്പിക്കണല്ലേ നമ്മളെ ജസ്റ്റ് അതൊന്ന് പറഞ്ഞ് മനസ്സിലാക്കണേ. എക്സ്റ്റെൻഡ് ചെയ്താലും ഇത്ര സമയത്തിനുള്ളിൽ റോക്സൂട്ടി കയറണം. MRC അത് കേറിയിട്ടില്ല. പ്ലേയേഴ്സ് ഇല്ലെങ്കിൽ കയറാൻ കൺസിഡറേഷൻ അഡ്മിൻസ് കൊടുക്കും. 25 പ്ലേയേഴ്സ് സിറ്റിയിൽ ഉണ്ടായിരുന്നു. അപ്പൊ അഡ്മിൻസിന് കൺസിഡറേഷൻ കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പൊ നമ്മള് ഹെൽപ്പ് ഇട്ട് കാര്യം പറഞ്ഞു. അപ്പൊ അവര് പറഞ്ഞു അവര് ചെക്ക് ചെയ്ത് നോക്കാം, അവരുടെ സൈഡിൽ നിന്ന് മനഃപൂർവ്വം ഡിലേ ആണെങ്കിൽ എക്സ്റ്റെൻഡ് ചെയ്ത് തരാന്ന് അഡ്മിൻസ് പറഞ്ഞു. അഡ്മിൻസ് ചെക്ക് ചെയ്ത് നോക്കുമ്പോ ബാക്കി ചെക്ക് ചെയ്ത POV നമ്മുടെ ലൈവില് നിങ്ങൾ കണ്ടതാണ്. ബാക്കി എല്ലാം നമ്മള് പക്കുവിന്റെ ലൈവ് നമ്മൾ കണ്ടത്. പക്കു അവിടെ എത്തണവരെ ഉരുട്ടി വരുന്നു വണ്ടി ഇങ്ങനെ വണ്ടി എന്ന് പറഞ്ഞാൽ 35-40 സ്പീഡ് കളിപ്പാട്ട വണ്ടി. അതിനെന്ത് ന്യായീകരണം നിങ്ങൾ മറ്റേ ഫാൻസിന് പറയാനുള്ളത്? അതിനെന്ത് ന്യായീകരണം നിങ്ങളെ ഫാൻസിന് പറയാനുള്ളത്? നിങ്ങൾ തന്നെ പറ. സിറ്റിയിൽ ഒരു റൂള് എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നത് അഡ്മിൻസിന് മനസ്സിലായി. സിറ്റിയിലത്തെ റൂൾ എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നതാണ്. അതുകൊണ്ടാണ് അഡ്മിൻ എക്സ്റ്റെൻഡ് ചെയ്തത്. കേട്ടോ കുണ്ണകളെ. അണ്ണന്റെ സെർവറാണ്. നീയൊക്കെ പറ്റണമെങ്കിൽ ഇറങ്ങി പോടാ. എടാ കിണ്ടി അളിയാ, എനിക്ക് ഒരു ലാസ്റ്റ് ഡോറ് തോന്നട്ടെ. എനിക്ക് ലാസ്റ്റ് ആയിട്ട് ഒരു കാര്യം പറയാനുള്ളൂ. അല്ല, സിമ്പിൾ ആയിട്ട് നമ്മൾ ഭയങ്കര ടോക്സിക് ആവുന്നുണ്ട്, അത് നമ്മൾ കുറയ്ക്കണം. ഓക്കെ, ഇതോടെ നമ്മൾ നിർത്താം, മനസ്സിലായില്ലേ? പക്ഷെ കോട്ടറെ നീ ഒരു തേവടയാ മുണ്ടച്ചി കൊണ്ട അവനെ എന്റെ അടുത്ത് കൊണയ്ക്കാൻ വന്നേക്കുന്നു. എന്റെ അടുത്ത് പാട്ട് തീട്ടം തോറ്റ് കഴിഞ്ഞിട്ട് മറ്റേ ഇനീഷ്യൽ തോറ്റ് കഴിഞ്ഞിട്ട് അവനിരുന്ന് കൊണയ്ക്കണവൻ. ആദ്യം ടീമിനെ വിറ്റ് കളിക്കാണ്ട് കളിക്കടാ നീ ആദ്യം. അവൻ ആരാണ് സേപ്പ് എന്റെ അടുത്ത് കൊണയ്ക്കാൻ? ആ ടീമിനെ ആദ്യം 14 പേര് വിറ്റിട്ട് ഗിൽഡ് എടുത്ത് കളിക്കണ ഒരുത്തനാണ്. ഇനിഷ്യലിൽ കളിക്കപ്പെട്ടു നീ. പ്രീവാർ തോറ്റ കാര്യം ഞാൻ അക്സെപ്റ്റ് ചെയ്യാം. പ്രീവാറിൽ ഞങ്ങൾക്ക് പറ്റിപ്പോയത് ഞങ്ങളുടെ ഒരു വണ്ടി ഞങ്ങളൊരു 2 വണ്ടി ഞങ്ങളുടെ ഒരു മിസ്റ്റേക്കിൽ ഞങ്ങൾ ഒരാടുത്ത് കുത്തിപ്പോയതാണ്. അത് പിന്നെ ഈ ബാക്കിയുള്ള കുണ്ണുകളെ ബോധിപ്പിക്കണ്ട. ഞാൻ TV ഓഡിയൻസിന് അടുത്ത് പറയാം ഗൈസ്. TVയുടെ വണ്ടി നമ്മൾ രണ്ടിടത്ത് ഏബലിന്റെയും കോച്ചിന്റെയും വണ്ടി നമ്മൾ ലെഫ്റ്റിൽ ഒരു വണ്ടി കുത്തിയത് കാണാതെ നമ്മൾ അബദ്ധത്തില് 2 വണ്ടി കൊണ്ടുവന്ന് നടുക്ക് കുത്തിപ്പോയ സമയത്ത് ഈ പറയണത് പോലെ നല്ല സ്പ്ലിറ്റപ്പ് ആയതിനു ശേഷം ബട്ട് സ്റ്റിൽ നമ്മുടെ കയ്യിലായിരുന്നു കളി. പക്ഷെ എന്താ പ്രശ്നം പറ്റിയെന്ന് പറഞ്ഞാൽ ലാസ്റ്റിൽ നീലൻ ഇവരെല്ലാം കോള് വിളിച്ച് ഒരുമിച്ച് പോകുന്ന സമയത്ത് ലെഫ്റ്റ് റൈറ്റും സ്പ്ലിറ്റായി വീണ്ടും പോയി. ആ സമയത്ത് അവർക്ക് അവിടെ 1 വേ അഡ്വാൻറ്റേജ് നല്ലതുപോലെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് അവർ ബട്ട് സ്റ്റിൽ 3 പേരെന്തോ ബാക്കി ചെയ്തോണ്ടായിരുന്നുള്ളൂ. അത് നമ്മുടെ സൈഡിൽ 2 പേര് 3 പേര് എത്തു വെച്ചു. ചാറ്റ് കൊണാക്കുമ്പോ ചാറ്റിനെ പറഞ്ഞാ പോരെ. ബട്ട് നീ പറയുന്ന പോലെ പ്ലേയേഴ്സിനെ പറയുന്നത് എന്തിനാ ബ്രോ? എടാ ഫാൽക്കൺ തന്തേലാഴി കാണിച്ചതിന് നിന്റെ ചാറ്റിനെ ഞാൻ എന്നാ ഉമ്മടം? നിന്നെ ഫാൽക്കൺ അടുത്ത് പറയേണ്ടത് ഫാൽക്കൺ അടുത്തല്ലേ പറയണ്ടടാ പുണ്ടച്ചിവനെ. നിനക്ക് ബുദ്ധി ഇല്ലടാ. നിന്റെ ബ്രെയിൻ ഒരു താഴെ വെച്ചിരിക്കണടാ. എടുത്ത തലയിറക്കടാ കുണ്ടിന്ന് പട്ടി. നിനക്കൊന്ന് മനസ്സിലാവണ പുണ്ടച്ചിവനെ. നിന്റെ ഫാൻസ് വണ്ടിയൊക്കെ എന്നാടാ വന്നേ? ഒരു 2 മാസമായോ? എടാ ഞങ്ങൾക്ക് ഇവരായിട്ടുള്ള പ്രശ്നം ഇതൊന്നും അല്ലടാ. ബ്രെയിൻ ഒരു താഴെ വെച്ചിട്ട് വീണ്ടും വന്നിരുന്ന് കുരയ്ക്കണം നാണമില്ലാത്തവനൊക്കെ. നിനക്ക് മനസ്സിലാവണല്ലടാ നിനക്ക് ഇവരോടുള്ള പ്രശ്നം. നമുക്ക് ഇവരോടുള്ള പ്രശ്നം ഇതൊന്നും അല്ലെന്ന്. പോർട്ടബിൾ ബ്രെയിൻ ആണോ മച്ചു നിന്റെയൊക്കെ? ഇവനൊക്കെ മനസ്സിലാവാത്ത കാര്യം ഇങ്ങനെ പറഞ്ഞ് ഇതിൽ കൂടുതൽ എങ്ങനെ പഠിപ്പിക്കണം ഒരാളെ? ബ്രോ കുറച്ചുകൂടെ ഒക്കെ ഇങ്ങനെ ഇൻഫ്ലുവൻസ് ആവാതെ കുറച്ചുകൂടെ ചിന്തിക്കാനുള്ള കഴിവുണ്ടോ ബ്രോ? നമ്മൾ ചാറ്റിനെ നോക്കിയിട്ട് ഒന്നും പറയാനില്ല. ചാറ്റിന്റെ കാര്യമല്ല പറഞ്ഞത്. ഞങ്ങളിപ്പോ ഇവിടെ മെൻഷൻ ചെയ്തത് കോട്ടർ പറഞ്ഞ സ്റ്റീവിനെ പറഞ്ഞതിന് സ്റ്റീവ് പറഞ്ഞ്, ഫാൽക്കൺ കുറച്ച് ദിവസമായിട്ടിരുന്ന് അവരാധിക്കുന്നതിന് അവനെ പറഞ്ഞ്, അവൻ ഇതിനു മുമ്പ് എന്റെ പേരൻസിന്റെ കാര്യം ഡ്രാഗ് ചെയ്തതിന് അവനുള്ളതിന് മറുപടി ഞാൻ തിരിച്ചു കൊടുത്ത്.
ഇതാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ലാതെ ഈ പാൻസ് ആരാ നീയൊക്കെ ഏതാ? നീയൊക്കെ ഇവിടെ വന്ന് 2 കമന്റ് ഇട്ടാ ഞങ്ങളുടെ സാമാനം വളഞ്ഞ് താഴെ പോടാ കുണ്ണേ. നീയൊക്കെ ഇവിടെ വന്നിരുന്ന് കാണുമ്പോ അതിന്റെ മോണിറ്ററി ബെനിഫിറ്റ് പോലും ഞങ്ങൾക്കാ. അതുപോലും മനസ്സിലാക്കാൻ ബ്രെയിൻ ഇല്ലാത്ത ഐഡിയകളാണ് നീയൊക്കെ. മനസ്സിലായ? നീയൊക്കെ പോയി നിന്റെ കാര്യം നോക്ക്. ഓസി ഉമാൻ വന്ന ചാർലിക്ക് പോലും 15 ദിവസം സസ്പെൻഷൻ കൊടുത്ത് ഉമാരോടൊക്കെ പറഞ്ഞിട്ട് കാര്യമില്ല അണ്ണ. സത്യം. നിങ്ങൾക്ക് ഇപ്പോഴും റെസ്പെക്ട് ആണ് തരുന്നത്. നിങ്ങൾ എന്താ എടാ ഇങ്ങനെ ഐബെക്സ് ബ്രോ പറഞ്ഞു വാറ്. എടാ റെസ്പെക്ട് ഞങ്ങൾക്ക് വേണ്ട. എടാ ഈകളെ റിപ്ലൈ കൊടുക്കണ്ടാ. റിപ്ലൈ കൊടുക്കണ്ടാ. റെസ്പെക്ട് വേണ്ട കുണ്ണേ ഞങ്ങൾക്ക്. നല്ലത് പറയല്ലേ. വേണ്ട. എടാ ഇന്ന് വാറ് കളിച്ച അണ്ണ പറഞ്ഞോണ്ട് മാത്രമല്ല അണ്ണ. എടാ ഇന്ന് വാറ് അല്ല അളിയ ചന്ദ്ര, നീ ഇവിടെ ഇത്ര നാള് നീ കല്യാണത്തിന്റെ തിരക്കും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് അളിയ നിന്നെ നമ്മൾ ഒരു രീതിയിൽ ഡിസ്റ്റർബ് ചെയ്തിട്ടില്ല. ഞാൻ ഇവന്മാരെടുത്ത് നീ ഗ്രൂപ്പിൽ കാണുന്നുണ്ടോ ഇല്ലെന്നൊന്നും എനിക്ക് അറിഞ്ഞൂടായിരുന്നു അളിയ. ഇത്ര നാളെ എങ്ങനെയാടാ എനിക്ക് ഈ സിറ്റുവേഷൻ എടുക്കാൻ ചന്ദ്ര ഇത്രയും ദിവസം ഇത് നീട്ടണമായിരുന്നോടാ? അല്ല, ഒരു സിറ്റുവേഷൻ ആയിരുന്നു എന്റെ ലക്ഷ്യമെങ്കിൽ അളിയ ഇത്രയും നീട്ടണമായിരുന്നോടാ? ആദ്യമേ ഫ്രണ്ട്ലി അല്ലെന്ന് പറഞ്ഞതിന്റെ അന്ന് തന്നെ ഇവന്മാരെ വാരി പറക്കിയിട്ട് അടിക്കാറുണ്ടല്ലോ. അന്ന് ഇവന്മാർക്ക് ഇത്രയും PvP പ്ലേയേഴ്സ് ഉണ്ടായിരുന്നോ? അത് ഇത്രയും പ്ലേയേഴ്സ് ഉണ്ടായിരുന്നു ഇവർക്ക്? ഇവര് വന്ന് തുടങ്ങി ഇനിഷ്യൽ ലിസ്റ്റ് ഇട്ട് 35 പേര്, എന്നിട്ട് ഇവര് തന്നെ RP പ്ലേയേഴ്സ് ആണ്, മാറ്റ് ബ്രോ എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന ഒരു സമയമുണ്ട് MRCക്ക്. പറക്കിയിട്ട് അടിക്കാനാണെങ്കിൽ അന്ന് ഇട്ട് അടിക്കായിരുന്നു. മനസ്സിലായി ഞാൻ പറഞ്ഞത്. ചുമ്മാ നമ്മളെ ചുമ്മാ ട്രിഗർ ആക്കേണ്ടി ഓരോരുത്തന്മാർ. അല്ലണ്ണ അണ്ണൻ അണ്ണന്റെ അടുത്ത് വന്നപ്പോ പോലെ ഞാൻ ഈ കേസ് പറഞ്ഞപ്പോ അണ്ണൻ എന്നെ പറഞ്ഞ് മനസ്സിലാക്കിയത് സിറ്റുവേഷൻ വേണ്ട വിടറാന്ന് പറഞ്ഞിട്ടാണ് അണ്ണൻ പറഞ്ഞത്. ഇത്ര മതി. ഇതന്നെ ഭാരമായി. ഇല്ല ജോക്കി, ഇത് കാര്യം പറഞ്ഞ് മനസ്സിലാക്കണ്ടേ? കാര്യം പറയണ്ടേ ജോക്കി? ഇത്രയും നമ്മുടെ അടുത്ത് അവര് വന്ന് അമ്പി കളിക്കുമ്പോ ഈ ഓഫ്ലൈനിൽ കളിക്കൊക്കെ പറഞ്ഞ രീതി എന്താ ജോക്കി? അതുപോലെ എന്താ ഇവരെ ജോക്കി ആൾക്കാർക്ക് എപ്പോഴും എന്താ വേണ്ടതെന്ന് ഞാൻ പറഞ്ഞുതരാം ജോക്കി എടുത്ത്. ജോക്കി ആൾക്കാർക്ക് എപ്പോഴും ഈ കുറച്ച് സൗമ്യമായി വന്ന് സംസാരിക്കുമ്പോൾ ഉടനെ അവൻ കള്ളനല്ലെന്നാണ് അവന്റെ എല്ലാവരുടെയും വിചാരം. പറയാതിരിക്കാൻ വയ്യ ജോക്കി. ഈ ഓഫ്ലൈനിൽ ഇരുന്ന് എല്ലാ അപരാധം പറഞ്ഞത് നമ്മളിപ്പോ ട്രിഗേർഡ് ആയിട്ടോ ദേഷ്യപ്പെട്ടോ ഞാൻ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് BP എനിക്ക് മറ്റേത് എന്നുള്ള രീതിയിൽ. പക്ഷെ കള്ളനെ പോലെ വന്നിരുന്ന് അമ്പിയെ പോലെ ബിഹേവ് ചെയ്യുന്ന ആൾക്കാരുടെ അടുത്ത് വന്നിട്ട് ആൾക്കാർ കാണുമ്പോ പറയും, അയ്യോ അവൻ എന്ത് സൗമ്യമായിട്ടാ സംസാരിക്കുന്നേ, അവൻ എന്ത് അടിപൊളിയാ, അവൻ എന്ത് കിടിലോ. ഇങ്ങനെ ബോധിപ്പിക്കാൻ പറ്റുന്നത് വേറൊരു കഴിവും കൂടെ ജോക്കി. അതൊരു കഴിവ്. അത് ചില അവന്മാർക്ക് ഉള്ളതിന്റെയാണ് ഈ സിറ്റുവേഷൻ ഇവിടെ വരെ എത്തിയത്. അല്ലാതെ ഞാനിപ്പോ ഒരു സാധനം ജോക്കി നമുക്ക് ഓഫ്ലൈനിൽ ഞാൻ പറയാം, എടാ ഇവന്മാരെ എല്ലാം തല്ലിപ്പെരട്ട, എന്നിട്ട് നേരെ വന്നിട്ട് അയ്യോ MRC എല്ലാരെയും കാണുമ്പോൾ ചിരിച്ചുകൊണ്ടിരിക്കുക. എന്നെ കൊണ്ടത് പറ്റത്തില്ല ജോക്കി. എന്നെ കൊണ്ടത് പറ്റത്തില്ല. ഞാൻ പറയാം, എന്നെ കൊണ്ട് ഇവന്മാരുടെ അടുത്തൊന്നല്ല, ലോകത്ത് ഒരാളുടെ അടുത്ത് റിയൽ ലൈഫിലാണെങ്കിൽ പോലും എനിക്ക് ഒരാളുടെ ഇഷ്ടമല്ലെങ്കിൽ ജോക്കി ചിരിച്ചോണ്ട് അവന്റെ മുമ്പിൽ കാണാമല്ല. അവന്റെ മുഖത്ത് നോക്കിയിട്ട് എനിക്ക് നിന്റെ അടുത്ത് പ്രശ്നം ഉണ്ടാ കുണ്ണേ, അല്ലെങ്കിൽ എനിക്ക് നിന്നോട് ചിരിച്ചോണ്ട് സംസാരിക്കാൻ പറ്റത്തില്ല എന്ന് എനിക്ക് പറയണം ജോക്കി. അങ്ങനെ പറഞ്ഞ് മാത്രമേ നിന്നിട്ടുള്ളൂ അന്നും എന്നും. അതൊരു ഫേക്ക് പേഴ്സണാലിറ്റി ആണെന്ന് പറയുവാണെങ്കിൽ അത് ഞാൻ അക്സെപ്റ്റ് ചെയ്യാൻ റെഡിയാ ജോക്കി. അന്നാ ഞാൻ ഫേക്കാ. പ്രീവാർ കഴിഞ്ഞപ്പോ വല്ലതും കൊണച്ചായിരുന്നോ? ഇല്ല അതവര് തന്ത്രം. അല്ല ഇനി നാളെ വീഡിയോ വരും. ഫാൽക്ക പണ്ട് അടിച്ച വീഡിയോ വരും നാളെ. പണ്ട് വേറെ കാര്യം പറയട്ടെ. നിന്റെ കുണ്ണെ കണ്ട മറ്റേ ഐബെക്സ് ബ്രോ പറഞ്ഞ് ഇന്ന് വാറ കളിച്ച എല്ലാവർക്കും പുള്ളിയുടെ വക ഗിഫ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞു. ഐബെക്സ് ബ്രോന്റെ അത്രയുള്ള ഐബെക്സ് ബ്രോ ഉണ്ടായടാ. വേറെ കളിച്ചവർക്ക് എനിക്ക് ഓൾറെഡി കിട്ടി. ഞാൻ സ്റ്റീവ് മോട്ടിവേറ്റ് ചെയ്തായിരുന്നല്ലോ സ്റ്റീവേ. ഗെയിം വെച്ച് നോക്കുമ്പോ ഞാൻ വേറെ ലെവലായിരുന്നു. കുറെ ദിവസം ശേഷം ഒരു അടിപൊളി വാറുണ്ട്. സീരിയസ് ആയിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്ത് പെട്ടെന്ന് തീരാത്ത, അതായത് കിട്ടില്ല ഒരു വാറായിരുന്നു. മനസ്സിലായില്ലേ? നിങ്ങൾ നല്ല രീതിയിൽ കളിച്ചെല്ലാരും. സത്യം വെൽ പ്ലേഡ്. ഞാൻ ലൈവ് കളിക്കില്ല. വേണമെങ്കിൽ ഡെസ്ട്രോയുടെ മാത്രം POV കളിച്ചു. പർച്ചേസ് ചെയ്ത് കളഞ്ഞല്ലോടാ എല്ലാരും. ബാക്കി എല്ലാവരുടെ POV കാണിച്ചു കഴിഞ്ഞാൽ നാളെ കണക്ട് ചെയ്യും. അല്ലല്ല ബാക്കിയുള്ളവരെ കാണിക്കണ്ട.
Pixelation എടാ. മാത്തട്ടെ എടാ ഇതിന് വല്ലതും ട്രൈ നോക്കണം. മറ്റേ ഹാർഡ്വെയർ എക്സ്പ്രഷൻ ഓണാക്കടാ. അല്ല VLC വല്ലതും ട്രൈ നോക്കി. അല്ല അത് ഓണാക്കുന്ന സെറ്റ് ഹാർഡ്വെയർ എക്സ്പ്രഷൻ റെക്കോർഡ് ചെയ്തതിന്റെ ആയിരിക്കുമല്ലേ? അല്ല എനിക്ക് ഡിസ്കോഡിന്റെ ഡിസ്കൗണ്ട് ഈകളെ എവിടെ ഉണ്ടോടാ? അല്ല ചേട്ടാ PA ഒന്ന് കണ്ടോട്ടെ, ഇന്ന് കണ്ടോട്ടെ PA കണ്ടിട്ടൊന്നും വരയ്ക്ക്. പ്ലേ ആക്കട്ടെ. കണ്ടില്ലല്ലേ മാൻ. എടാ ബാക്കപ്പ് ഉണ്ടോ അവിടെ? ബാക്കപ്പ് ഉണ്ടോ? കിടിലോടാ. കത്തേജപ്പോ അവന്മാർക്ക് മനസ്സിലായി അടിക്കാൻ പറ്റൂല. തിരിഞ്ഞോടി തിരിഞ്ഞോടി ഇപ്പൊ തിരിഞ്ഞോടി പോവുകയാണെങ്കിൽ മളച്ചാറല്ലോ അത്. ആ, നാല് കിട്ടി 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 കിട്ടി. നാലുകൂടെ വേണം അവനെ തല്ലാന്ന് മനസ്സിലായേട്ടാ. അതോടെ സ്പ്രേ ഒക്കെ ഇത്രയും ഇപ്പൊ ഏതോ പുണ്യാറോ എന്തും മേടിച്ച് പോകും ഇപ്പൊ. ആറടാ ഇതൊക്കെ. അവന് ഭ്രാന്താണ് ഓടിക്കും. പിന്നെ ലാസ്റ്റ് ക്ലിപ്പ് അവനെ നീ കൊള്ളാലോടാ നീ. AKM diff ബ്രോ, AKM diff. വായ്മുറ. AKM diff ബ്രോ. ഒരു മിനിറ്റ്. എല്ലാം നല്ലത്. കോട്ടർ പുണ്ടച്ചോനെ. അല്ലടാ അവന് വിടടാ. എടാ അവന് വലിയ പ്രശ്നം വരുന്നതാണ്. അവന് ഇനിഷ്യലി വലിയ ഫാൽക്കൺ. പ്രശ്നം വരുന്നു. എന്റെ അടുത്ത് കൊണക്കാൻ നീ ആവുമ്പോ ഞാൻ പറയാം കേട്ടാ മോനെ. എടാ പോടാ മര്യാദക്ക് സ്വന്തമായിട്ട് കേട്ടാ കൊച്ചിറക്കാ ഇടിച്ചോലും നിന്നെ. എടാ നീല നീ അല്ലെ നീയും പറയണോട്ടെ ഇനി റേഡിയോയില്. എടാ ഫിൽറ്റർ അയച്ചാല് കോൾ പറഞ്ഞു കഴിഞ്ഞാൽ നീയൊക്കെ കേക്കണം കളിയാ നീല. ആ വന്താരം ഫിൽറ്റർ അയച്ചാല് ഞാനൊരു വേറെ ആരക്കടാ കോള് പറയുന്നത്. നമ്മളൊന്നും കാണുന്നില്ലേ. പിന്നെ നീലനോടെ കാൾ ഇഗ്നോർ ആക്കി. എല്ലാ സൈഡിലും സ്കിൽ ഹംഗ്രി പോയി. സ്കിൽ ഹംഗ്രി. അല്ലെ ഒരു 20,000 വീണ് 40,000 വീണ് അടുത്ത് പറ. ഇവനെ ഞാൻ ഒരു പിതുക്ക് പിന്നെയാണ് ഇവനെ ഇടിച്ച് ഗുണകണ്ട. ഈകളൊന്നും മനസ്സിലാവുള്ളൂ. എവരെ ഇടിച്ചു കൊല്ലാം, എവരെ ഇടിച്ചു കൊല്ലാം. അത്രേ ഉള്ളൂ. ഡബ്ല്യു ചാറ്റ് ചാറ്റ് ഉമ്പി ഓർ ഓവർ. എനിക്ക് വല്യവനെ പിക്ക് കിട്ടിയോടാ. ഒരു 4 ഉണ്ടായിരുന്നു. നിങ്ങൾ പറയുന്നത് കളിക്കാൻ നമ്മൾ നീല വേണ്ട വേണ്ട ഞാൻ